വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ പ്രവർത്തകർ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചൂലിക്കാട് സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. പെൻഷൻ പരിഷ്കരിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചൂലിക്കാട് സമരം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചപ്പോഴും പെൻഷൻകാരുടെ വിവിധ വിഷയങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുവാനും കൃത്യമായി സമരം ചെയ്യുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ട് നമുക്ക് സമരം ചെയ്യേണ്ട എന്ന് തീരുമാനമില്ല. സമരം ചെയ്യണം, പ്രക്ഷോഭം നടത്തണം. പ്രക്ഷോഭം നടത്തിയെങ്കിലേ ആരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ആ പ്രക്ഷോഭങ്ങൾ കൃത്യമായി നടത്തുവാൻ അതിനകത്തൊരു രാഷ്ട്രീയ താല്പര്യമില്ലാതെ, മറ്റ് താല്പര്യങ്ങളില്ലാതെ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണോ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കൃത്യമായി സമരം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് SSP. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് M. കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷനായി. AKSTU സംസ്ഥാന സെക്രട്ടറി K. പത്മനാഭൻ, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി SN പ്രമോദ്, സീനിയർ സിറ്റിസൺ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ബാലൻ ഓളിയക്കാൽ, രവീന്ദ്രൻ മാണിയാട്ട് എന്നിവർ സംസാരിച്ചു. SSPC ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ വടക്കമുറിയിൽ സ്വാഗതവും ട്രഷറർ കരുണാകരൻ കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.